വിജിത്തും. വിജിത്ത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. വാണി MBBS സീറ്റ് വേണ്ടെന്ന് വെച്ച് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് BSc അഗ്രികൾച്ചർ പഠിച്ച കൃഷിക്കാരിയും. ഹരിപ്പാട്ട് ദേശീയപാതയോട് ചേർന്നാണ് ഇവരുടെ ജൈവാങ്കണം. എന്താണ് വാസു ജൈവാങ്കണം? ഒരു നാടിന് ഭക്ഷ്യസുരക്ഷ ഒരുക്കാനുള്ള ഒരു ശ്രമമാണ്. അതൊരു ഭാഗമാണ്, ഭക്ഷ്യസുരക്ഷയുടെ ഒരു ഭാഗമാകുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് പച്ചക്കറി കൃഷിയുണ്ട്, അതുപോലെ തന്നെ പഴങ്ങളുണ്ട്, 23ഓളം വെറൈറ്റി മാവുകളുണ്ട്, അതേപോലെ തന്നെ മത്സ്യകൃഷി നടക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു നേഴ്സറി ഉണ്ട്. അതുപോലെ നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ഒരുപാട് പാരിസ്ഥിതികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല വില കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷേ അതിന് നമ്മൾ കണ്ടെത്തണം എങ്ങനെ ഇതിനെ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ അതിജീവിക്കണം. 2015 ചില സമയത്ത് ഒന്നുമില്ലാതെ കൃഷി ഉപേക്ഷിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഇഷ്ടം കൃഷിയോടും പിന്നെ പരിസ്ഥിതിയോടും യാത്രകളോടും അങ്ങനെ ഇത് നിലനിൽക്കണം എന്നുള്ളൊരു ബോധം ഉള്ളിൽ ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പുറത്താക്കപ്പെട്ടിട്ടും ഇത് ചെയ്തിട്ട് നമ്മൾ ഇതിൽ തന്നെ പിടിച്ചു നിന്നത്. നമുക്കൊരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കതൊരു ജോലിയായി തോന്നത്തില്ല, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. യുവാക്കളുടെ കാർഷിക മേഖലയിലേക്കുള്ള മടങ്ങിവരവ് കൃഷിക്ക് മാത്രമല്ല നാടിനാകെ നല്ലതാണ്. നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.